ഹംസഫർ എക്സ്പ്രസിന് കായംകുളം സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചത് നിരന്തര പ്രയത്നം നടത്തിയതിന്റെ ഫലമായിട്ടാണെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. സ്റ്റോപ്പ് കായംകുളത്ത് വന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്രമന്ത്രി വന്നത് വിചിത്രമാണെന്നും എം.പി. പറഞ്ഞു. തിരുവനന്തപുരം നോർത്ത് SMBT ബംഗളൂരു ഹംസഫർ എക്സ്പ്രസിന് കായംകുളം സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചത് നിരന്തര പ്രയത്നം നടത്തിയതിന്റെ ഫലമായാണെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. കായംകുളത്തിനു പുറമെ കരുനാഗപ്പള്ളി ഉൾപ്പെടെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന വിവിധ സ്റ്റേഷനുകളിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട ശ്രമം നടത്തിവരികയാണെന്നും എം.പി. പറഞ്ഞു. കായംകുളത്തും കരുനാഗപ്പള്ളിയിലും അതുപോലെ ഹരിപ്പാട് മുഖത്തിന് പുതിയ സ്റ്റോപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് നേരിട്ട് റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു. റെയിൽവേയോട് ചെയർമാനുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പെട്ടെന്ന് കരുനാഗപ്പള്ളിയിലും കായംകുളത്തും ഓരോ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. അല്ല, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ സ്റ്റോപ്പുകൾ നൽകാനായിട്ട്. അതേസമയം ഹംസഫർ എക്സ്പ്രസിന് സ്റ്റോപ്പ് കായംകുളത്ത് വന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്രമന്ത്രി വന്നത് വിചിത്രമാണെന്നും എം.പി. പറഞ്ഞു. അതിപ്പോ നമ്മൾ കാണുന്ന ഒരു ആദ്യത്തെ സംഭവമാണ്. ഒരു വണ്ടിക്ക് സ്റ്റോപ്പ് അനുവദിച്ചാൽ അതിനു വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ കേന്ദ്രമന്ത്രി വരുന്നത്. ഞാൻ മന്ത്രി വരുന്നതിന് സന്തോഷിക്കുന്ന ആളാണ് എൻ്റെ മണ്ഡലത്തിൽ വരുന്നത്. പക്ഷേ അതൊക്കെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി വരുന്ന തർക്കമില്ല. ഇത് സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടി ഞങ്ങൾ മന്ത്രിയുടെ അടുത്ത് പോയി റെയിൽവേ മന്ത്രിയുടെ അടുത്ത് പോയി നിവേദനം കൊടുത്ത് ബോർഡ് ചെയർമാനായി സംസാരിച്ച് നിരന്തരമായിട്ട് സമരം ചെയ്യുന്നതിന് പുറത്താണ് സ്റ്റോപ്പുകൾ അനുവദിക്കുന്നത്. ആ സ്റ്റോപ്പുകൾ അനുവദിക്കുമ്പോൾ തന്നെ അത് BJP ഓഫീസിൽ അറിയിക്കും. ഓഫീസിൽ വരിക അവരുടെ ശ്രമഫലമായിട്ടാണ് കിട്ടുമെന്ന് പറയും. അങ്ങനെയൊന്നും ഒരു കീഴ്വഴക്കം ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. ജനപ്രതിനിധികൾക്ക് അതിൻ്റെതായ മാന്യതയും ഇതും കൊടുക്കുന്നതാണ് ഭരണത്തിലെ സമ്പ്രദായം എല്ലാ കാലത്തും. ഏത് പാർട്ടി ഭരിക്കുമ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതൊരു വിചിത്രമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത്, കേരളത്തിലുള്ളത്. അതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഞാനെന്ത് പറയാനാ, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ. താൻ നിരന്തരമായി ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് കൊണ്ടുവന്നത്. സ്റ്റോപ്പ് അനുവദിച്ചിട്ട് അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ BJP ഓഫീസിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രമന്ത്രി ഉദ്ഘാടനത്തിന് കായംകുളത്ത് എത്തുകയായിരുന്നുവെന്നും എം.പി. പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.